ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണേ. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയിട്ട് ആകെ വയ്യാണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് ഇതിങ്ങനെ ഒരു പെൻ ഹോൾഡർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരു ഡയറിയുടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറേ അല്ലറ ചില്ലറ സാധനങ്ങളെടുത്ത് എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഇതിൽ തന്നെ ഞാൻ ഇറങ്ങി തിരിച്ച ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാകും. കിട്ടും സാധനമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ 10 രൂപയുടെ നമ്മളെല്ലാവരും കുടിക്കുന്നതാണ്. 7up ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമുക്ക് 10 രൂപയ്ക്ക് ഇപ്പോൾ ചെറിയ കുപ്പി കിട്ടും. ആ ചെറിയ കുപ്പി ഒരു 4-5 എടുത്ത് പിന്നെ ഇതുപോലെ ഡയറിയുടെ ഫ്രണ്ട് പേജോ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പേപ്പറോ എടുത്തിട്ട് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എളുപ്പപ്പണിക്ക് ഈ പെയിൻറ്റും വെള്ളവും ഒക്കെ എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ സ്കെച്ച് കൊണ്ട് തന്നെയാണ് ഇതിനെ കളർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കുപ്പി യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ചെടിയൊക്കെ, അതായത് നമ്മൾ പേനയും മറ്റു സാധനങ്ങളും ഇട്ട് വയ്ക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ചെടിയും ഇട്ട് വെക്കാം. കാരണം വെള്ളം വന്നാലും കുഴപ്പമൊന്നും സംഭവിക്കില്ല. കാരണം പ്ലാസ്റ്റിക് കുപ്പിയാണ് നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ചെടിയും വെക്കാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് പേനയോ സ്കെയിലോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സംഭവങ്ങളും വേണമെങ്കിലും വെക്കാം. അപ്പോൾ നല്ലൊരു ടേബിൾ ഓർഗനൈസറായിട്ട് പെൻ ഹോൾഡറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരമാവധി അത് ചെറിയ വീഡിയോ ആയിട്ടും, അതായത് ഷോർട്ട് വീഡിയോ ആയിട്ടും വലിയ വീഡിയോ ആയിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എങ്ങനെ വന്നാലും ആ 1 മിനിറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്പീഡ് കൂട്ടി ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ കൂടുതലും വ്യൂവേഴ്സ് നമുക്ക് കൂടുതലും കിട്ടുന്നത് ഷോർട്സിലായതുകൊണ്ടാണ് ഞാനതങ്ങനെ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു സംഭവം ആയതുകൊണ്ടും, കാരണം അത്രയും സ്പീഡിൽ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ടുമാണ് ഞാനിത് വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കി നിങ്ങളുടെ ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. Forget about the entire world. Be yourself, a creative butterfly.